ഡേയ്സ് ആണ്. അപ്പൊ എല്ലാവരും എക്സാമിന്റെ ചൂടിലൊക്കെ ആയിരിക്കും അല്ലെ ഉണ്ടാവുക. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എല്ലാവരും എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അല്ലെ ഇതിൽ ചോദ്യങ്ങൾ വരാറ് എന്നൊക്കെ ഉള്ളത് ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം ടീച്ചർക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നേ ഉള്ള കൊല്ലങ്ങളിലൊക്കെ എന്തൊക്കെയാ ചോദിച്ചേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ഓർമ്മയില്ലേ, വർണ്ണച്ചിറകുകൾ വീശി വീശി അല്ലെ, ഓൺ കളർഫുൾ വിങ്സ്. ഈ ഒരു ചാപ്റ്ററിലെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പൂമ്പാറ്റയിലെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്റ്റേജസ് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് ജീവിതഘട്ടങ്ങൾ. അപ്പൊ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മിക്ക ആളുകൾക്കും അല്ലെ ഒന്ന് മറന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് അങ്ങ് സെറ്റ് ആക്കിയാലോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ പൂമ്പാറ്റയുടെ ജീവിത ചക്രം, അതായത് എന്താണ്, ഒരു സൈക്കിൾ ആണ് അല്ലെ, ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെ എപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ടാവില്ലേ, ഒന്ന് ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ. കാരണം എന്താ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിങ്സ് ആർക്കുണ്ട്, നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഉണ്ട് അല്ലെ, നല്ല ഭംഗിയുള്ള ചിറകുകളുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൂവിൽ നിന്ന് പൂവിലേക്ക് പറന്നു പോകുന്നത് നമ്മൾ വളരെ ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് അല്ലെ. അപ്പൊ പൂമ്പാറ്റയുടെ കുഞ്ഞ് അല്ലെ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് പൂമ്പാറ്റ ഇത്രയും ഭംഗിയുള്ളതായിരുന്നോ? ഇതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നോക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ബട്ടർഫ്ലൈ ലൈഫ് സൈക്കിൾ. അപ്പൊ നോക്ക്, ഒരു അമ്മ ബട്ടർഫ്ലൈ ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലെ, ഒരു വലിയൊരു ബട്ടർഫ്ലൈ. ആ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു, മുട്ടയിടും അല്ലെ, മുട്ടയിടും. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, എഗ് സ്റ്റേജ് ആണ് അല്ലെ, മുട്ടയാണ്. ഈ ഒരു ലീഫ് ശ്രദ്ധിച്ചേ നിങ്ങള്, ഇതിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മ ബട്ടർഫ്ലൈ മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മറക്കരുത്, എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, എഗ് സ്റ്റേജ് ആണ്. എന്താണ് പേര്, എഗ് സ്റ്റേജ്. കാണാൻ പറ്റുന്നില്ലേ? യെസ്. അതിനുശേഷം ഈ മുട്ട എന്ത് ചെയ്യും, വിരിയും കേട്ടോ. മുട്ട വിരിയും, എന്നിട്ട് പുഴു പോലത്തെയുള്ള കുഞ്ഞാളുകൾ ഉണ്ടായി വരും. അപ്പൊ ഈ പുഴുക്കളെ നമ്മൾ എന്താ പറയാ, കാറ്റർപില്ലർ. എന്താ പറയുക, കാറ്റർപില്ലർ എന്നാണ് നമ്മൾ പറയുക. മറക്കരുത്, എന്താ പറയുക, കാറ്റർപില്ലർ എന്നാണ് കേട്ടോ നമ്മൾ പറയാ. കുറച്ച് കഴിഞ്ഞ് ഇത് നല്ല ഇലയൊക്കെ തിന്ന് ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഇത് എന്ത് ചെയ്യുന്നറിയോ, ഇതുപോലെ പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറുന്നതായിരിക്കും. എന്ത് സ്റ്റേജിലേക്കാ മാറുക, പ്യൂപ്പ സ്റ്റേജ്. അപ്പൊ കാറ്റർപില്ലർ സ്റ്റേജ്, പ്യൂപ്പ സ്റ്റേജ്. പിന്നെയോ ഈ പ്യൂപ്പയിൽ നിന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നല്ല പുതിയ ബട്ടർഫ്ലൈ ഉണ്ടായി വരും അല്ലെ, അഡൾട്ട് ബട്ടർഫ്ലൈ ഉണ്ടായി വരും. അപ്പൊ ഏതൊക്കെയാ സ്റ്റേജ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാലോ. ഫസ്റ്റ് സ്റ്റേജ് എന്താ നോക്ക്, നിങ്ങൾ എല്ലാവരും മുട്ടയാണ് അല്ലെ, മുട്ടയാണ്. ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ആളുകൾ പുഴുവിനെ പോലെ ആയിരിക്കും അല്ലെ ഉണ്ടാവുക. ബട്ടർഫ്ലൈനെ പോലെ നല്ല ഭംഗിയൊക്കെ ഉണ്ടോ? ഒരു ഭംഗിയില്ല അല്ലെ, പുഴുകൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മുടെ പുഴു എന്ന് പറയുന്ന സ്റ്റേജ്. അതിനുശേഷം ഈ പുഴുക്കൾ എന്ത് ചെയ്യും, പ്യൂപ്പ സ്റ്റേജിലേക്ക് വരും. ഈ സ്റ്റേജ് ആണ് മക്കൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. സ്റ്റേജിന്റെ പേരെന്താ, പ്യൂപ്പ അല്ലെ, പ്യൂപ്പ. ഈ പ്യൂപ്പയാണ് എന്തായിട്ട് മാറുന്നത്, പൂമ്പാറ്റയായിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാരും ടീച്ചറുടെ കൂടെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞ്, ആദ്യം എഗ് സ്റ്റേജ് അല്ലേ, മുട്ടയാണ് ഉണ്ടാവുക. ഈ മുട്ട എന്ത് ചെയ്യും, മുട്ട കാറ്റർപില്ലർ ആയിട്ട് മാറും അല്ലെ, പുഴുവായിട്ട് മാറും. പിന്നീട് എന്ത് സംഭവിക്കും, പുഴു പ്യൂപ്പയാവും അല്ലെ, പ്യൂപ്പയാവും. പ്യൂപ്പയിൽ നിന്ന് എന്ത് ചെയ്യും, നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ പുറത്തേക്ക് വരും അല്ലെ. ഇതെന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇതോടൊപ്പം തന്നെ അല്ലെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രശലഭത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാനും നിങ്ങൾക്ക് പറ്റണം. അതായത് നമ്മളിപ്പോ വിലാസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മഞ്ഞപ്പപ്പാത്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗരുഡ ശലഭത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകളും കൂടെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഒരു വീഡിയോ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ഇത് പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.